പട്ടിക്കും പന്നിക്കും കടുവയ്ക്കും ആനയ്ക്കുമൊന്നുമുള്ള വില നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന പൗരന്മാർക്കില്ലാതെ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നും. കൊല്ലം ജില്ലയിലെ നിയ ഫൈസൽ എന്ന കുട്ടി പേപ്പട്ടിയുടെ കടിയേറ്റ് മരണപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രം. ആ വേദന മലയാളികളുടെ വേദനയായി മാറണം, നമ്മുടെ നൊമ്പരമായി മാറണം. തീർച്ചയായിട്ടും അധികാരികളുടെ മനസ്സ് തുറപ്പിക്കാൻ, അവരെ പുനർവിചിന്തനത്തിന് വിധേയരാക്കാൻ ഈ സംഭവത്തിന് കഴിഞ്ഞാൽ അത് വലിയ ഒരാശ്വാസമായിരിക്കും. ഇവിടെ കാട്ടാനകൾ ഇറങ്ങി വീട് നശിപ്പിക്കുന്നു, പന്നികൾ കൃഷിയിടം നശിപ്പിക്കുന്നു, കടുവകൾ ഇറങ്ങി മനുഷ്യൻ്റെ സ്വൈരവിഹാരം തടയുന്നു. എല്ലാം മനുഷ്യൻ്റെ സ്വൈര വിഹാരത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഈ അർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പട്ടിക്ക് കടിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ. എന്നിട്ടും ഇത്തരം ഖേദകരമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ എല്ലാത്തിനും വിദേശ രാജ്യങ്ങളിൽ മാതൃക അന്വേഷിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാതൃക ലഭിക്കുന്നില്ല? ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഇത്തരം സംഭവ വികാസങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. 25 കോടിയുടെ വാക്സിൻ ബിസിനസ്സാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഓരോ വർഷവും. വാക്സിൻ ബിസിനസ്സിൻ്റെ ലാഭം കൊയ്യാൻ വേണ്ടി നമ്മുടെ മക്കളെ, നമ്മുടെ പൗരന്മാരെ പട്ടിക്ക് കടിക്കാൻ കൊടുക്കേണ്ടത്, മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരുന്നത് എത്ര ഖേദകരമായ ഒരു തീരുമാനമാണെന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും അധികാരികൾക്ക് കണ്ണ് തുറക്കാൻ കഴിയട്ടെ, അധികാരികൾ കണ്ണ് തുറക്കട്ടെ എന്ന് പ്രത്യാശ കൊണ്ട് നിർത്തുന്നു.